വർക്കറെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. സോക്കി ഒരു പോലീസ് ചീഫാണ്. അവർ ഇതറിഞ്ഞ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ഇതേസമയം നേരത്തെ ബുദ്ധയുടെ കണ്ണ് കണ്ട ടാക്സി ഡ്രൈവറും പ്രേതം കയറിയതുപോലെ ഒരു ഹാലൂസിനേഷനിലേക്ക് വന്നു. സോക്കി പോലീസ് സ്റ്റേഷനിലെത്തിയതും വർക്കർ കൂടുതൽ വയലന്റായി. അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സിറ്റി ടൗൺ ഹാളിൽ ബുദ്ധപ്രതിമ സ്ഥാപിച്ചതിനാൽ കുറേയേറെ ആളുകൾ ബുദ്ധയുടെ കണ്ണ് കാണാൻ തുടങ്ങി. അതോടെ ആളുകൾ പ്രേതം കയറിയതുപോലെ പെരുമാറാനും തമ്മിൽ കൊല്ലുവാനും തുടങ്ങി. കൂടാതെ അവിടെ മാകി വിചിത്രമായ സംഭവങ്ങൾ നടക്കാനും തുടങ്ങി. ഇന്നേരം 2 മോങ്സ് വന്ന് പ്രൊഫസറായി കീഹുവിനോട് ഹെൽപ്പ് ചോദിക്കുന്നു. അതായത് ബുദ്ധയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന തുണിയിൽ എഴുതിയിരിക്കുന്ന ലിപി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവാനാണത്. പ്രൊഫസർ കീഹു ഒത്തിരി അതിനെപ്പറ്റി നോക്കിയെങ്കിലും അയാൾക്കൊന്നും പിടികിട്ടിയില്ല. കീഹു അത് തൻ്റെ എക്സ് വൈഫിന് അയച്ചു കൊടുത്തു. സൂജിൻ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിറ്റേന്ന് സൂജിൻ ടൗൺ ഹാളിലെത്തി ബുദ്ധയെ കണ്ടു. സൂജിനും ബുദ്ധയുടെ കണ്ണ് കാണാനിടയായി. പതിയെ അവരും ഹാലൂസിനേഷൻ